2023 ഓഗസ്റ്റിൽ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പോയി, ഞാനും എൻ്റെ അമ്മയും കൂടെ പോയി ഇങ്ങനെ ലിസ്റ്റിലുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് പോയപ്പം അവിടെ ഇരുന്ന് ആ മാഡം ഞങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വന്ന് അന്വേഷിക്കുന്നതെന്നുള്ള രീതിയിൽ വളരെ മോശമായി ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായി. ഞാൻ ഒരു അക്ഷരം ഒന്നും മിണ്ടിയില്ല, തിരിച്ചൊന്നും മറുപടി പറയാതെ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ 7-8 വർഷം കൊണ്ട് ഇതിൻ്റെ പുറകെ നടക്കുകയാണ്, ഇനി എനിക്കിതിൻ്റെ പുറകിലൊന്നും വരാൻ വയ്യ, നമുക്കിനി ഇതിൻ്റെ കാര്യങ്ങൾക്കായിട്ടൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ആലപ്പുഴ കൃപാസനം എന്നുള്ളൊരു പള്ളിയുണ്ട്, ഞാൻ ആ ചേച്ചി പോയി ഉടമ്പടി എടുത്തതാണ്. എന്നിട്ട് എനിക്ക് ആ ചേച്ചി എൻ്റെ മൊബൈലിലോട്ട് എപ്പോഴും സാക്ഷ്യങ്ങൾ അയച്ചു തന്നുകൊണ്ടേയിരുന്നു. സാക്ഷ്യങ്ങൾ ആദ്യമേ ഒന്നും ഞാൻ കാണുന്നില്ലായിരുന്നു, പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്കും ആഗ്രഹമായി ഇവിടെ വരണമെന്ന്. അങ്ങനെയാണ് ഞാൻ സെപ്റ്റംബർ 7, 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനായിട്ട് തന്നെ എൻ്റെ അമ്മയെ എടുത്ത് പറഞ്ഞു, വാ അമ്മേ നമുക്കൊന്ന് മുനിസിപ്പാലിറ്റി പോകാം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ എൻ്റെ അമ്മയും വിളിച്ച് ഉപ്പും തൈലവും എടുത്ത് വീട്ടിൽ തിരി കത്തിച്ച് നല്ലതുപോലെ മനസ്സറിഞ്ഞ് തന്നെ എൻ്റെ അമ്മ മാതാവിനെ യേശോപ്പച്ചനെയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മുന്നേ എൻ്റെ അമ്മ മാതാവ് അവിടെ പോകണം. കഴിഞ്ഞ മാസം എനിക്കുണ്ടായ അനുഭവം അറിയാമല്ലോ, എനിക്ക് ഇനിയും വയ്യ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് തന്നെയാണ് ഞാൻ അവിടെ ചെന്നത്. അവിടെ ചെന്ന് ആരും ചവിട്ടാത്തടുത്ത് തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ആ മേട ഇരിക്കുന്നിടത്ത് ഞാൻ ആ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്താ വന്നതെന്ന് ചോദിച്ചപ്പം ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ആ മാഡം ഫയൽ എടുത്ത് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് 3-ാമത്തെ നമ്പറാണെന്ന് പറഞ്ഞു. അന്നാണ് 8 വർഷം കൊണ്ട് ഞങ്ങൾ നടക്കാതിരുന്ന കാര്യമാണ് ഉടമ്പടി എടുത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ അറിയുന്നത്. അതിന് അമ്മ മാതാവിന് യേശുപ്പച്ചന് 1000 നന്ദി പറയുന്നു. അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പോയി അമ്മയുടെ ആധാറിൻ്റെയൊക്കെ കോപ്പിയൊക്കെ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ താഴോട്ട് പറഞ്ഞു വിട്ടു. ഞാൻ അമ്മയെ അവിടെ തന്നെ നിർത്തിയിട്ടാണ് പോയത്. പോയിട്ട് തിരിച്ച് വന്നപ്പോൾ എൻ്റെ അമ്മയെ ആ മാഡത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഒരു കസേരയിട്ട് വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ അമ്മയോട് ആ മാഡം ഇരുന്ന് സംസാരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആ മാഡം ചെയ്തു തരികയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അടുത്ത മാസം തന്നെ നിങ്ങളുടെ കാശ് അനുസരിച്ച് പണി തുടങ്ങിക്കോളാനും പറഞ്ഞു. അത് ഈ വീട് എന്ന സ്വപ്നം എൻ്റെ അമ്മ മാതാവ് യേശോപ്പച്ചനും ഞങ്ങൾക്ക് തന്നതാണെന്ന് തന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു.